ആത്മാവാം ദൈവമേ വരണേ. ഒരു ചുടുചുംബനം നൽകുമോ? വേദപുസ്തകത്തിൽ ഏറ്റവും ആദരവോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശവസംസ്കാര കർമ്മങ്ങളല്ലേ. ഈ നവംബർ മാസത്തിൽ നമ്മുടെയൊക്കെ പൂർവികന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാസമല്ലേ. നമ്മുടെയൊക്കെ ആദ്യത്തെ തീർത്ഥാടനം നടക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയിലേക്കാണ്. ആദ്യത്തെ തിരിതെളിയേണ്ടതും ആ കല്ലറയിലാണ്. ആദ്യത്തെ അനുവാദം ചോദിക്കേണ്ടതും ആ കല്ലറയിൽ നിന്നാണ്. ഓരോ കല്ലറയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാളെ നമ്മൾ അതിന്റെ അവകാശികളാണെന്നല്ലേ. ഓരോ കല്ലറകളും നമ്മളെ ക്ഷണിക്കുമ്പോൾ ഓരോ കല്ലറകളും വലിയ ഒരു ഖനിയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന്റെ, പ്രകടിപ്പിക്കാത്ത ആലിംഗനത്തിന്റെ, പ്രകടിപ്പിക്കാത്ത കരുതലിന്റെയൊക്കെ ഒരു ഖനിയായിട്ട് ഓരോ കല്ലറകളും മാറുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചുംബനം കൊടുക്കുവാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അപ്പന്റെ കൈയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നാം ഒത്തിരിയായില്ലേ? നമ്മുടെ അമ്മയെ, നമ്മുടെ അപ്പനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് കുറെ നാളുകളായില്ലേ കൂട്ടുകാരാ? നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്താൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അതിനോട് പ്രതികരിക്കുന്നത് ഒരിറ്റ് കണ്ണുനീരോട് കൂടെ ആയിരിക്കില്ലേ? തണുത്തു കിടക്കുന്ന ശരീരത്തിൽ ചുംബിക്കുന്നതിനേക്കാൾ ജീവനുള്ള നമ്മുടെ മാതാപിതാക്കളുടെ ചൂടുള്ള ശരീരത്തിലേക്ക് ഒരു ചുംബനം കൊടുത്തുകൂടെ? ഈ അടുത്ത കാലത്ത് വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു ശവസംസ്കാര കർമ്മമാണ്. പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനം കണ്ടപ്പോ ഹൃദയമൊന്ന് പെടഞ്ഞു. പ്രിയപ്പെട്ട അപ്പന് അന്ത്യചുംബനം കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പർ അപ്പന്റെ മുഖത്ത് വെച്ചുകൊണ്ട്. ഓരോ മക്കൾ മാറി മാറി ചുംബിക്കുമ്പോ ഓരോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോ ഹൃദയമൊന്ന് പിടഞ്ഞു. സുഹൃത്തെ, ജീവിച്ചിരുന്നപ്പോ ആ അപ്പന് ഒരു ചുടുചുംബനം കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കുറച്ചു നാളും കൂടി ജീവിക്കില്ലേ? ഒരുപക്ഷെ എന്റെ ഈ ഒരു വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിന്റെ ഫോണിന്റെ അപ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാ, നിന്റെ പ്രിയപ്പെട്ടവർ ആരോ നിന്റെ ഒരു കോളിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ലേ? ഈ നവംബർ മാസത്തിൽ നമ്മൾ പരേതരായ കടന്നുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും നാളെ അവിടേക്ക് പോകാനുള്ളവരാണെന്ന ഒരു തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ ഈ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ചുടുചുംബനം കൊടുത്തുകൂടെ? ഗോഡ് ബ്ലസ് യു. ആമേൻ.